ഹായ് എവരി വൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറബികളുടെ വരവ് അല്ലേ, മുഹമ്മദ് ബിൻ കാസിമിൻ്റെ വരവ് 712 സിയിലെ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ വരവിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുഹമ്മദ് ഗസ്നിയുടെ വരവായിരുന്നു. ആ സോംനാഥ് ടെമ്പിൾ കൊള്ളയടിച്ചതും അല്ലെ, ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം കൊള്ളയടിച്ച കഥയെല്ലാം ഇന്ത്യക്കുണ്ടായി, നമ്മൾ പറയുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത്. പിന്നീട് മുഹമ്മദ് ഗോറി വന്നുവെന്നും ഇവിടെ ഡൽഹി പല ഭാഗങ്ങളും പിടിച്ചെടുത്തുവെന്നും, പക്ഷെ അദ്ദേഹം ഭരിക്കാൻ നിന്നില്ല. അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ ഇവിടെ തന്റെ രാജ്യവും കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു പോയത് തന്റെ അടിമയും തന്റെ സൈന്യാധിപനും ഒക്കെ ആയിരുന്ന തന്റെ വൺ ഓഫ് ദി റൈറ്റ് ഹാൻഡ് ആയിരുന്ന കുത്തുബ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നും ആ പോയ പോക്കിൽ തന്നെ മുഹമ്മദ് ഗോറി മരണപ്പെട്ടുവെന്നും പിന്നീട് ഇവിടെ ഭരിക്കാനായിട്ട് കുത്തുബ്ദീൻ ഐബക്ക് സ്വന്തമായ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ സ്വന്തമായ ഒരു വംശം സ്ഥാപിച്ചു എന്നും സ്വന്തമായ ഒരു ഡൈനാസ്റ്റി സ്ഥാപിച്ചു എന്നുള്ള കഥയാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുത്തിയത്. പക്ഷേ കുത്തുബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച ഡൈനാസ്റ്റി ഏതാണെന്നോ എന്തൊക്കെയാണ് അതിൽ അറിയേണ്ടുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുകയുണ്ടായില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായില്ല. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യങ്ങൾ, 1-2 എക്സ്ട്രാ പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പൃഥ്വിരാജ് ചൗഹാൻ ആണ് എന്ത് ചെയ്യുന്നത്, ബാറ്റിൽ ഓഫ് ടറൈൻ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെ. രണ്ടിലും മുഹമ്മദ് ഗോറി തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേതിൽ നമ്മുടെ മുഹമ്മദ് ഗോറി തോറ്റു, അദ്ദേഹം തിരിച്ചുപോയി. രണ്ടാം വരവിൽ കുത്തുബ്ദീൻ ഐബക്കിനെയും കൊണ്ടുവന്നു. ടറൈൻ യുദ്ധം അദ്ദേഹം ജയിച്ചു. അങ്ങനെ പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്യുകയുണ്ടായി, തോൽപ്പിക്കപ്പെടുകയുണ്ടായി അല്ലെ. ഈ പൃഥ്വിരാജ് ചൗഹാനാണ് നോർത്ത് ഇന്ത്യ ഭരിച്ച അല്ലെങ്കിൽ ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണേ, മുദ്ര ശ്രദ്ധിക്കണേ, ഹിന്ദു രാജാവ്, ദ ലാസ്റ്റ് ഹിന്ദു കിങ് ടു റൂൾ നോർത്ത് ഇന്ത്യ ഓർ ഡൽഹി. ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്. അതേസമയം ലാസ്റ്റ് ഹിന്ദു എംപറർ ടു റൂൾ നോർത്ത് ഇന്ത്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം മാറും. ആ ചോദ്യത്തിന് ഉത്തരം ഹർഷവർദ്ധനാണ്. ഇതിനൊക്കെ ഒരുപാട് വർഷം മുമ്പ് ഭരിച്ച വർദ്ധന ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ ഹർഷവർദ്ധനാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു എംപറർ എന്ന് പറയുന്നത്. അതേസമയം അവസാനത്തെ ഭരണാധികാരി, അവസാനത്തെ റൂളർ എന്ന് ചോദിച്ചാലും എങ്ങനെ തന്നെ പറയാറുണ്ട്, പൃഥ്വിരാജ് ചൗഹാൻ ഉത്തരമായിട്ട് എടുക്കാറുണ്ട്. അവസാനത്തെ രാജാവ് എന്ന് ചോദിച്ചാലും ആരെടുക്കാറുണ്ട്, പൃഥ്വിരാജ് ചൗഹാൻ എടുക്കാറുണ്ട്. അപ്പൊ പൃഥ്വിരാജ് ചൗഹാൻ എന്ന പേരിന് ഇങ്ങനെ ഒരു ചോദ്യം കൂടി വരാനുള്ള എന്തുണ്ട്, സാധ്യതയുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഒരു പേരാണ് റായ് പിത്തോറ എന്ന് പറയുന്നത്. റായ് പിത്തോറ എന്ന വാക്കിനർത്ഥം കാൽപ്പനികനായ പോരാളി എന്നാണ്. കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെട്ടിരുന്ന റായ് പിത്തോറ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കൊട്ടാരം കവി ആയിരുന്നു ആരെന്ന് പറയുന്നത് ചാന്ദ് ബർദായി എന്ന് പറയുന്നത്. ചാന്ദ് ബർദായി എന്ന് പറയുന്ന ഒരു കൊട്ടാരം കവി പൃഥ്വിരാജ് ചൗഹാന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ നിന്നുമാണ് നമുക്ക് ബാറ്റിൽ ഓഫ് ടറൈനെ പറ്റിയൊക്കെ ഇത്രയും വിപുലമായ വിശദമായ വിവരങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഡൽഹി സുൽത്താനായിട്ട് നിന്ന് തുടങ്ങേണ്ടതാണ്. അതിനു മുമ്പ് ഞാനൊരു കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയ 1-2 പോയിന്റ്സ് ആഡ് ചെയ്താണ്. ഇന്ത്യ ഭരിച്ച, ഡൽഹി അടിസ്ഥാനമാക്കി ഭരിച്ച അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പൃഥ്വിരാജ് ചൗഹാനാണ്. അതേസമയം അവസാനത്തെ ഹിന്ദു എംപറർ, ഹിന്ദു ചക്രവർത്തി, രാജാവും ചക്രവർത്തി തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലിയൊരു സാമ്രാജ്യം ഭരിക്കുന്ന, കീഴിൽ ഒരുപാട് രാജാക്കന്മാരുള്ള ഒരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഭരിക്കുന്ന ആളെ നമ്മൾ എന്തെന്നും പറയും, നമ്മൾ രാജാവ് എന്നും പറയും. അപ്പോൾ എംപറർ ആണ് ചോദിക്കുന്നെങ്കിൽ ഹർഷവർദ്ധനൻ, രാജാവാണ് ചോദിക്കുന്നെങ്കിൽ പൃഥ്വിരാജ് ചൗഹാൻ. റായ് പിത്തോറ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അതുപോലെ തന്നെ ചാന്ദ് ബർദായ് എന്ന് പറയുന്ന കൊട്ടാരം കവി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും പറഞ്ഞു ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പൃഥ്വിരാജ് ചൗഹാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ ആക്ച്വൽ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയെ പറ്റി, നമ്മുടെ അടിമ വംശത്തെ പറ്റി, നമ്മുടെ കുത്തുബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച അടിമ വംശത്തെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അടിമവംശത്തിന്റെ കഥകളിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. കുത്തുബ്ദീൻ ഐബക്ക് ഭരണം തുടങ്ങി സ്ലേവ് ഡൈനാസ്റ്റിയിലൂടെ ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചു എന്ന് നമ്മൾ പറയുമെങ്കിൽ അതിൽ പിന്നീടും വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 4 ഡൈനാസ്റ്റീസ് വന്നിട്ടുണ്ട്. 5 ഡൈനാസ്റ്റികളെ ചേർത്ത്, ഡൽഹി അടിസ്ഥാനമാക്കി ഭരിച്ച 5 ഡൈനാസ്റ്റികളെ ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടം. 1526ന്റെ പ്രത്യേകത നിങ്ങളിൽ എല്ലാവർക്കും പറയുന്നതാവും, ഇല്ലെങ്കിൽ വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പാനിപ്പറ്റ് യുദ്ധം നടക്കുന്നുണ്ട്. നമ്മുടെ ബാബർ വന്നിട്ട് മുഗളന്മാർ വരുന്ന വർഷമാണ് ഇതെന്ന് പറയുന്നത് 1526 എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടം വരെ ഇന്ത്യയിലെ ഭൂരിഭാഗം ഭാഗങ്ങളും അടക്കിയാണ് ഒരു സുൽത്താനേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഏകദേശം വരുന്ന 320ഓളം വർഷങ്ങൾ. ഇതിൽ ആരൊക്കെയാണ് ഭരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആളുടെ ഓവർവ്യൂ നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മാംലുക് ഡൈനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ വംശമാണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതിൽ കുത്തുബ്ദീൻ ഐബക്ക് ഭരിച്ചിട്ടുണ്ട്, ഇൽത്തുമിഷ് ഭരിച്ചിട്ടുണ്ട്, ഗിയാസുദ്ദീൻ ബാൽബൻ ഭരിച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട്
ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്ന ഡൈനാസ്റ്റിയാണ് ഖൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ കിൽജി ഡൈനാസ്റ്റി. അത് ആ ഒരു തുർക്കിഷ് പേരുകളൊക്കെ ആകുമ്പോൾ പല പല രാജ്യങ്ങളിലെ പേരുകളാകുമ്പോൾ നമ്മുടെ രീതിയിലോട്ട് മാറ്റുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ മാറ്റം വരാറുണ്ട്. രണ്ടാമത്തേതാണ് ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട് അല്ലെ. മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക് ഭരിച്ച തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നാലാമത്തേത് സയ്യിദ് ഡൈനാസ്റ്റി. അഞ്ചാമത്തേത് ലോധി ഡൈനാസ്റ്റി. ഈ 5 ഡൈനാസ്റ്റികളെയും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഈ 5 ഡൈനാസ്റ്റികളും ഇതേ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല കാര്യങ്ങളും ടൈം ലൈൻ മാത്രം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഓർക്കാനായിട്ട് പൊതുവേ ഞാൻ പറയാറുള്ള ഒരു കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിമയ്ക്ക് ആ, കിൽജിക്ക് കി, തുഗ്ലക്കിന് തു, സയ്യിദിന് സ, മലയാളം ഇല്ല ഇംഗ്ലീഷ് ഇല്ല, സ ആണ് കേട്ടോ, സ, ലോധിക്ക് ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കോഡൊന്നുമല്ല, എവിടെ നിന്നോ കിട്ടിയിട്ടുള്ളതാണ്. അക്കിത്തു സാലോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓരോന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ലോ. ആ ഫോർ അടിമ, ഇ ഫോർ കിൽജി, തു ഫോർ തുഗ്ലക്, സ ഫോർ സയ്യിദ്, ലോ ഫോർ ലോധി. ഇത് വേണമെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിലും പറഞ്ഞുതരാം. ഞാൻ പണ്ട് പറയാറുള്ള എങ്ങനെയായിരുന്നു, അടിമ കിൽജിക്കിട്ട് താങ്ങിയപ്പോൾ, അടിമ കിൽജിക്കിട്ട് താങ്ങിയപ്പോൾ, താങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ തുഗ്ലക് ഡൈനാസ്റ്റി. സയ്യിദ് ലാത്തി കൊണ്ടടിച്ചു, അടിമ കിൽജിക്കിട്ട് താങ്ങിയപ്പോൾ സയ്യിദ് ലാത്തി കൊണ്ടടിച്ചു. ലാത്തി ഒബ്വിയസ്ലി എന്താണ്, ലോധിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി എന്തായിരിക്കും, അക്കീത്തു സാലോ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫോം ഓർത്ത് വെക്കാനായിരിക്കും. അക്കീത്തു സാലോ, തുസാലോ എന്നൊക്കെ നമ്മളെ പൊതുവെ പല സിനിമകളിലല്ലേ ലാലേട്ടനൊക്കെ സ്റ്റൈലായിട്ട് പറഞ്ഞ പലയിടത്തും കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അക്കീത്തു സാലോ എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അടിമ കിൽജി തുഗ്ലക്ക് സയ്യിദ് ലോധി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓർഡറിൽ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ 5 ഡൈനാസീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 എണ്ണം എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിൽ വെക്കുക. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് പറയാവുന്ന ഒരു ഓവറോൾ ഐഡിയ കിട്ടാനായിട്ട് എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ കിൽജി ഡൈനാസ്റ്റിയാണ് ഏറ്റവും ചെറിയ ടൈം സ്പാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഡൽഹി ഭരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അതേസമയം തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഇതെന്ന് പറയുന്നത് ഏറ്റവും കൂടിയ കാലം എന്ത് ചെയ്തിട്ടുള്ളത്, ഡൽഹി സുൽത്താനേറ്റിൽ ഭരിച്ചിട്ടുള്ളതെന്ന് കൂടി വേണമെങ്കിൽ പറയാം. ബട്ട് അത് അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യമായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. വർഷങ്ങളൊക്കെ വളരെ സ്പെസിഫിക് ആണ്. ഇനി അങ്ങോട്ട് വർഷങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിയും. അപ്പോൾ എന്തായാലും ഇതുകൂടി വേണമെങ്കിൽ ഒന്ന് ഓർത്തിരുന്നോളൂ. കിൽജി ഡൈനാസ്റ്റിയാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം സ്പാൻ, ഏറ്റവും കുറഞ്ഞ കാലാവധി ഭരിച്ചിട്ടുള്ള ഡൈനാസ്റ്റി എന്നും, അതേസമയം തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഏറ്റവും കൂടിയ കാലാവധി ഭരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആവശ്യത്തിൽ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ആയി ഡൽഹി സുൽത്താനേറ്റിനെ പറ്റിയിട്ട് നമുക്കിനി ശക്തമായി എങ്ങോട്ട് തന്നെ പോവാം, നമ്മുടെ അടിമ വംശത്തിലേക്ക്, നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് കടന്നു ചെല്ലാം. സ്ലേവ് ഡൈനാസ്റ്റി ഭരിക്കുന്നത് ഏകദേശം 1206 മുതൽ 1290 വരെയുള്ള 85 വർഷത്തോളമുള്ള കാലഘട്ടമാണ് എന്ത് ചെയ്യുന്നത്, സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ വംശം എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. എന്തുകൊണ്ട് അടിമ എന്ന് പേര് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് ആരായിരുന്നു, നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു. മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. 1206 മുഹമ്മദ് ഗോറി മരണപ്പെട്ടപ്പോൾ കുതുബ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുകയാണ്, സ്വന്തം ഡൈനാസ്റ്റി ആയിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റി, അടിമ വംശം എന്ത് ചെയ്യുകയാണ്, സ്ഥാപിക്കുകയാണ്. ഈ അടിമ വംശത്തിന്, ഈ സ്ലേവ് ഡൈനാസ്റ്റിക്ക് ഒരുപാട് മറ്റു പേരുകളുണ്ട്, വിളിപ്പേരുകളുണ്ട്. അതിലൊന്നാണ് ഐബക്ക് ഡൈനാസ്റ്റി, 2 യാമിനി ഡൈനാസ്റ്റി, 3 മാംലുക് ഡൈനാസ്റ്റി. അപ്പോൾ ഐബക്ക് ഡൈനാസ്റ്റി എന്നും യാമിനി ഡൈനാസ്റ്റി എന്നും മാംലുക് ഡൈനാസ്റ്റി എന്നും സ്ലേവ് ഡൈനാസ്റ്റി എന്നും അടിമ രാജവംശം എന്നും എല്ലാം അറിയപ്പെടുന്ന എന്ത് തന്നെയാണ്, ഒരൊറ്റ രാജവംശം തന്നെയാണ്. ആരാണത് സ്ഥാപിച്ചത്, മുഹമ്മദ് ഗോറിയുടെ മരണത്തെ തുടർന്ന് കുതുബ്ദീൻ ഐബക്കാണ് എന്ത് ചെയ്യുന്നത്, അത് സ്ഥാപിക്കുന്നത്. അങ്ങനെ 1206, ഈ സ്റ്റാർട്ടിംഗ് വർഷം ആയതുകൊണ്ട് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. 1206 നമുക്ക് ഇന്ത്യ സ്ഥാപിതമായി എന്ന് പറയാൻ പറ്റും. ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിതമായി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ബാറ്റിൽ ഓഫ് ടറൈൻ 1192 കഴിഞ്ഞില്ലേ, പിന്നെ എന്താ ഇത്രയും കാലം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, തിരിച്ചുപോയി മുഹമ്മദ് ഗോറി തിരിച്ച് അവിടെ മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുതുബ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഭരണകൂടം എന്ത് ചെയ്യുന്നത്, ഇവിടെ സെറ്റപ്പ് ആക്കുന്നത്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റിയിലെ കുതുബ്ദീൻ ഐബക്കിന്റെ കഥ എന്ത് ചെയ്യാം, നമുക്കിത് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് സ്ലേവ് ഡൈനാസ്റ്റി ഇൻ 1206 ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോറി. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇദ്ദേഹം സുൽത്താൻ എന്ന് പറയുന്ന ടൈറ്റിൽ അസ്യൂം ചെയ്യുകയും ലാഹോർ തന്റെ തലസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവാം. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന പേര് വരുന്നത്, ഡൽഹി നമ്മുടെ ഇന്ദ്രപ്രസ്ഥമാണ്, ഡൽഹി നമ്മുടെ എന്താണ്, ക്യാപിറ്റലാണ്, നമ്മുടെ തലസ്ഥാന നഗരിയാണ്. ദില്ലി അല്ലെങ്കിൽ ഡൽഹി എന്ന് പറയുന്ന നഗരത്തെ തലസ്ഥാനമാക്കി ഭരിച്ച സുൽത്താനേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നത്. പക്ഷെ അതിന് 2 എക്സെപ്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ മൊത്തം ഭരണാധികാരികൾ എടുത്താൽ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ എക്സെപ്ഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. കുതുബ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ഡൽഹി ആയിരുന്നില്ല, കുതുബ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. ഉറപ്പായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഇത് ഇനി ചോദ്യം വരാം, കുതുബ്ദീൻ ഐബക്ക് ഭരിക്കുമ്പോൾ എവിടെയായിരുന്നു തലസ്ഥാനം. നമ്മൾ ആലോചിക്കും ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമല്ലേ, ഡൽഹിയിലായിരിക്കണ്ടേ. പക്ഷെ ഡൽഹിയിലല്ല, കുതുബ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം വരുന്നത്
എവിടെയാണ്? ലാഹോറിലാണ്. മാത്രവുമല്ല ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ലാഖ് ബക്ഷ് എന്നാണ്. ലാഖ് ബക്ഷ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലക്ഷങ്ങൾ ദാനങ്ങളായി കൊടുക്കുന്നവൻ എന്നാണ്. ലക്ഷങ്ങൾ ദാനമായി കൊടുക്കുന്നവൻ, ലിബറലായി ഡൊണേറ്റ് ചെയ്യുന്നവൻ, ഇഷ്ടം പോലെ വാരിക്കോരി അനാഥകൾക്കും അഗതികൾക്കും പാവപ്പെട്ടവർക്കും ദാനം ചെയ്യുന്നവൻ എന്ന പേരിന് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. തന്റെ വന്ന വഴി ഒരിക്കലും മറക്കാത്ത വളരെ എഫിഷ്യന്റ് ആയ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. അപ്പൊ കുതുബ്ദീൻ ഐബക്ക് 1206 സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ചു. മുഹമ്മദ് ഗോരിയുടെ മരണത്തെ തുടർന്ന് ലാഹോർ തലസ്ഥാനമാക്കിയാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയാണ്. ലാഖ് ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി കൂടിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഇനി കുതുബ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് കുതുബ് മിനാർ എന്ന് പറയുന്നത്, അല്ലെ? ഡൽഹിയിലെ കുതുബ് മിനാർ എന്ന് പറയുന്നത്. ഇദ്ദേഹം കുതുബ് മിനാറിന്റെ പണി തുടങ്ങുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പലർക്കും പിന്നെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ കുതുബ് മിനാർ കെട്ടിയത് കുതുബ്ദീൻ ഐബക്കിന്റെ സ്വന്തം പേരിലാണെന്നുള്ളത്. ഒരിക്കലുമല്ല. ഇദ്ദേഹം അത് കെട്ടുന്നത് ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു സൂഫി സന്യാസി വര്യനായിരുന്ന ഖ്വാജ കുതുബ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്കായി, അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം കുതുബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്വന്തം പേരുമായിട്ട് സിമിലാരിറ്റി വന്നത് എന്താ പറയുക, അതറിയില്ല, അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് എനിവേ കുതുബ് മിനാർ കെട്ടിയിരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? ഖ്വാജ കുതുബ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു സൂഫി സന്യാസി വര്യന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം കിട്ടുന്ന മിനാരമാണ് ഇതെന്ന് പറയുന്നത് കുതുബ് മിനാർ എന്ന് പറയുന്നത്. ബൈ ദ വേ ഈ പടത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം ഞാൻ എടുത്തിട്ടുള്ളതാണ്. അത് വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിക്ചേഴ്സിൽ ഒന്നാണ്. ഞാനങ്ങനെ അതിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ട്. അതിൽ ആ ഓരോ ഡിസൈൻസും അതിലെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ എന്തൊക്കെ ചരിത്രം കണ്ടതല്ലേ. കുതുബ്ദീൻ ഐബക്കിനെ തൊട്ട് ഇന്ന് ഇപ്പം ഞാൻ അതിന്റെ താഴെ പോയി നിൽക്കുമ്പോൾ എന്നെ വരെ കുതുബ് മിനാർ കണ്ടിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് അതിന് താഴെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രോമാഞ്ചൊക്കെ ഉണ്ട്. സുൽത്താനേറ്റ് കണ്ടു, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് കണ്ടു, ബ്രിട്ടീഷുകാർ വരുന്നത് കണ്ടു, യൂറോപ്യൻസ് വരുന്നത് കണ്ടു. അങ്ങനെ അത്രയും വിറ്റ്നസ് ചെയ്ത് നിൽക്കുന്ന ഒരു മിനാറല്ല. അപ്പോൾ അതിന് താഴെ നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീൽ ആണ്. ഡൽഹി എയർപോർട്ടിന് വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് അതിനടുത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഞാനെടുത്തൊരു പടമാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്തായാലും കുതുബ് മിനാർ ആരുടെ ഓർമ്മയ്ക്കാണ് കെട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖ്വാജ കുതുബ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്ക് കെട്ടിയിട്ടുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടിക ടവറാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കുതുബ് മിനാർ എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് കുതുബ്ദീൻ ഐബക്കിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായി വരുന്ന ഇൽത്തുമിഷാണ് എന്ത് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇത് ഒരു ഇടിവെട്ടിലും മഴയിലൊക്കെ ആയിട്ട് ഒരു ഭാഗം തകർന്നു പോകുന്നുണ്ട്. അത് റിപ്പയർ ചെയ്യുകയും എന്നിട്ട് ഒരു നില കൂടി ഇതിന് എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്യുന്നത് പിന്നീട് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഭരണാധികാരിയായി വരുന്ന ഫിറോസ് ഷാ തുഗ്ലക് ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ കുതുബ് മിനാറിനെ പറ്റി നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കുതുബ് മിനാർ ആരുടെ ഓർമ്മയ്ക്ക് കെട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖ്വാജ കുതുബ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ കെട്ടി. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബ്രിക് ടവർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കുതുബ് മിനാർ എന്ന് പറയുന്നത്. ഇൽത്തുമിഷാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. ഇൽത്തുമിഷാണ് ഇതിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നീട് ഒരു നില ആഡ് ചെയ്യുന്നതും റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല കുതുബ്ദീൻ ഐബക്ക് കിട്ടിയത് വേറെയും 2 പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ട്. ഒന്ന് അദായി ദിൻഖാ ചോപ്ര, അജ്മീറിൽ 1192 തുടങ്ങി 1199 കംപ്ലീറ്റ് ചെയ്യുന്ന അദായി ദിൻഖാ ചോപ്ര എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആര് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, കുതുബ്ദീൻ ഐബക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുവത്തുൽ ഇസ്ലാം മോസ്ക്, ഇന്ത്യയിലെ തന്നെ വളരെ പ്രൗഢമായ പള്ളികളിൽ ആദ്യത്തെ പള്ളികളിൽ ഒന്നായിട്ടുള്ള കുവത്തുൽ ഇസ്ലാം മോസ്ക് പണികഴിപ്പിക്കുന്നതും ആര് തന്നെയാണ്, കുതുബ്ദീൻ ഐബക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൗകൻ കളിക്കുമ്പോൾ, ചൗകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരപ്പുറത്തിരുന്ന് കളിക്കുന്ന ഒരു തരത്തിലുള്ള പോളോ കളി തന്നെയാണ്. അത് കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് 1210 മരണമടയുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഇനിയും മരണങ്ങൾ കുറെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്തരം മരണങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹു വാസ് ദ ഡൽഹി സുൽത്താനേറ്റ് റൂളർ ഹു ഡൈഡ് വൈൽ പ്ലേയിങ് ചൗകൻ, ഹു ഡൈഡ് വൈൽ പ്ലേയിങ് ഹോഴ്സ് പോളോ, ഹോഴ്സ് പോളോ കളിക്കുന്നതിനിടയിൽ, ചൗകൻ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരി ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുടച്ച് പറയണം, അത് കുതുബ്ദീൻ ഐബക്കാണ്. അപ്പൊ അത് മാറിപ്പോവാതിരിക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഹോഴ്സ് പോളോ ആണല്ലോ, ചൗകനാണല്ലോ. നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി, കുതുബ്ദീൻ ഐബക്കിലും കൂവുണ്ട്, കുതിരയിലും കൂവുണ്ട്. അപ്പൊ കൂ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, മാറിപ്പോയില്ല. കാരണം ഇനി മരണങ്ങളുണ്ട്. ലൈബ്രറിയിൽ നിന്ന് വീണ് മരിക്കുന്നുണ്ട്, സ്വന്തം മരുമകൻ കൊല്ലുന്നുണ്ട്, അമ്മയപ്പൻ കൊല്ലുന്നുണ്ട്, സഹോദരങ്ങൾ കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ആൻഷ്യൻ ഇന്ത്യ നിങ്ങൾ പഠിച്ചു വന്നാണെങ്കിൽ കുറേ കാര്യങ്ങൾ വേറെ നമുക്ക് കിട്ടുന്നു. ബട്ട് ഇപ്പോൾ നമുക്ക് ആൻഷ്യൻ ഇന്ത്യ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എന്ത് നമ്മൾ മെഡീവൽ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ് മരിക്കുന്നത് കുതുബ്ദീൻ ഐബക്കാണ്. കു എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഈ കുതുബ്ദീൻ ഐബക്ക് ഒപ്പം തന്നെ കുതുബ് മിനാറിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റ് 2 കൺസ്ട്രക്ഷൻസ് ആണ് അദായി
ദിൻക ചോപ്ര അജ്മീറിലാണ്, അതുപോലെ കൂവത്തുൽ ഇസ്ലാം മോസ്കും ഡൽഹിയിലാണ് വരുന്നത്. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് 1210 ഹൗസ് പോളോ കളിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഹോഴ്സ് പോളോ കളിക്കുന്നതിനിടയിൽ ഷൗഗൻ കളിക്കുന്നതിനിടയിൽ മരണപ്പെടുകയാണ്. ഇദ്ദേഹത്തിന്റെ ടൂംബ് വരുന്നത് ലാഹോറിലാണ്. ഈ ടൂംബുകൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. കുതുബ്ദീൻ ഐബക്കിന്റെ ടൂംബ് വരുന്നത് ലാഹോറിലാണ്. കുതുബ്ദീൻ ഐബക്ക് അദ്ദേഹത്തിന്റെ ശവക്കല്ലറയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ കുതുബ്ദീൻ ഐബക്കിന്റെ കഥ എന്ന് പറയുന്നത് എന്താണ്, ഇത്രയാണ്. ഇനി ആരാണ് വരാനുള്ളത് എന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് നോക്കാനുള്ളത്. ആരാണ് അടുത്ത ഭരണാധികാരിയായി വന്നത്? കുതുബ്ദീൻ ഐബക്കിന് ശേഷം ഇനി ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി വന്നത് മറ്റൊരു എന്താ പറയുക ഒരു വിധിയുടെയൊക്കെ ഒരു കളി എന്നൊക്കെ പറയുന്നത് പോലെ കുതുബ്ദീൻ ഐബക്കിന്റെ അടിമയും അതുപോലെ തന്നെ തന്റെ സ്വന്തം മരുമകനുമായിരുന്നു, തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത സൺ ഇൻ ലോ ആയിട്ടുള്ള ഇൽത്തുമിഷ് ആണ് എന്ത് ചെയ്യുന്നത് അടുത്ത ഭരണാധികാരിയായിട്ട് വരുന്നത്. ഈ ഇൽത്തുമിഷിന്റെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് ചതിച്ച് കുതുബ്ദീൻ ഐബക്കിനെ ഏതോ ഒരു അടിമ മാർക്കറ്റിൽ വിൽക്കുകയായിരുന്നു എന്നാണ് കഥ പറയുന്നത്. ഒന്ന് ആലോചിക്കണേ, ഒരു അടിമയായിട്ട് കിട്ടുന്ന ഒരാളാണ് വളർന്ന് വലുതായി ഇന്ത്യയെ പോലുള്ള ഒരു മഹത്തായ രാജ്യത്തിന്റെ അതിന്റെ ഒരു സിംഹാസനത്തിൽ, അതിന്റെ ഒരു ഡൽഹിയൊക്കെ ആസ്ഥാനമാക്കി ഭരിക്കുന്ന ഒരു സിംഹാസനത്തിൽ എന്ത് ചെയ്യുന്നത് ഇരുന്ന് ഭരിക്കുന്നത്. അപ്പൊ വിധി എന്താണ് കാത്തിവെച്ചിരിക്കുന്നത്, കാലം എന്താണ് നമുക്ക് കാത്തിവെച്ചിരിക്കുന്നത്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടേതായിട്ടില്ല. എന്നാൽ ഇൽത്തുമിഷിന് ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് മോനെ ഡൽഹി സുൽത്താനായിട്ട് ഭരിച്ചു എന്ന് പറഞ്ഞ് കിട്ടുന്നതല്ലാണോ? അല്ല, അദ്ദേഹം അതിനുവേണ്ടി കൃത്യമായി പണിയെടുത്തിട്ടുണ്ടാവും, അദ്ദേഹം അതിനുവേണ്ടി കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളും അതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കണമെങ്കിൽ എത്ര തന്നെ കഷ്ടപ്പാടുള്ള സിറ്റുവേഷൻ നമ്മൾ വരികയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക തന്നെ ചെയ്യും, നമ്മൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക തന്നെ ചെയ്യും, നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ എന്താ പറയുക, ആ ഇൽത്തുമിഷിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കാര്യത്തിൽ കൂടി ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇൽത്തുമിഷിന്റെ കഥയിലോട്ട് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ കുതുബ്ദീൻ ഐബക്കിന് എന്ത് ചെയ്യുകയാണ്, ഇൽത്തുമിഷിന്റെ സഹോദരങ്ങൾ എല്ലാം ചേർന്ന് ഇൽത്തുമിഷിനെ അടിമയായിട്ട് വിൽക്കുകയാണ്. ഐബക്കിന് ശേഷം കുതുബ്ദീൻ ഐബക്കിന് ശേഷം ഇടയിൽ ഒരു ഡമ്മി പീസായിട്ട് അറംബക്ഷ് അല്ലെങ്കിൽ അറംഷാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം മകനായിരുന്ന ഒരു ഭരണാധികാരി കയറുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വളരെ ശക്തനായ ഇൽത്തുമിഷ് എന്ന ശരിക്കും പേരായിട്ടുള്ള ഷംസുദ്ദീൻ ഇൽത്തുമിഷ് അല്ലെങ്കിൽ ഷംസുദ്ദീൻ എന്ന റിയൽ നെയിമുള്ള ഇൽത്തുമിഷ് എന്ത് ചെയ്യുകയാണ്, റീപ്ലേസ് ചെയ്യുകയാണ്. വേറെ 8 മാസം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അരംബക്ഷ് അല്ലെങ്കിൽ അരംഷാക്കി ഭരിക്കാൻ കഴിയുന്നുള്ളൂ. ഇവരൊന്നും സാധാരണ നമ്മൾ പഠിക്കേണ്ടുന്നതോ ഓർക്കേണ്ടുന്നതോ ആയിട്ടുള്ള പേരല്ല. എന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇടയിൽ ഒരു 8 മാസത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് എന്ത് ചെയ്തേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഇൽത്തുമിഷ് അടിമയുടെ അടിമ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒബ്വിയസ്ലി കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം കുതുബ്ദീൻ ഐബക്ക് എന്താണ്, അടിമയാണ്. ഇൽത്തുമിഷ് എന്താണ്, അടിമയാണ്. അപ്പൊ കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന അടിമയുടെ അടിമയാണ് ആരെന്ന് പറയുന്നത്, ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഈ ഇൽത്തുമിഷ് അധികാരത്തിൽ കയറി അധികം വൈകാതെ തന്നെ ചെയ്തൊരു കാര്യമായിരുന്നു ലാഹോറിൽ നിന്ന് ഡൽഹിയിലോട്ട് തലസ്ഥാനം മാറ്റുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും, കുതുബ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോറിലായിരുന്നുവെങ്കിൽ അത് ഡൽഹിയിലോട്ട് മാറ്റുന്ന ആദ്യത്തെ സുൽത്താനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സുൽത്താൻ ടു മേക്ക് ഡൽഹി ആസ് ക്യാപിറ്റൽ. ഡൽഹിയെ തലസ്ഥാനമാക്കി ഭരിക്കുന്ന ആദ്യത്തെ സുൽത്താനായിട്ട് ആര് മാറി, ഇൽത്തുമിഷ് മാറി. അതുകൊണ്ട് തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകൻ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ണുടച്ച് കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയാറുണ്ടെങ്കിലും ഡൽഹി എന്ന് പറയുന്ന നഗരത്തെ ആദ്യമായി തലസ്ഥാനമാക്കി ഭരിക്കുന്ന സുൽത്താനാക്കിയത് ഇൽത്തുമിഷ് ആയതുകൊണ്ട് തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ ഫൗണ്ടർ, ഡൽഹി സുൽത്താനേറ്റിന് യഥാർത്ഥമായി സ്ഥാപിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് നമ്മൾ കുതുബ്ദീൻ ഐബക്ക് എന്ന പേര് പറയാറില്ല. അതിന് ഉത്തരമായിട്ട് നമ്മൾ പറയാറുള്ളത് ഇൽത്തുമിഷ് എന്നാണ്. അതുപോലെ തന്നെ ബാഗ്ദാദിലെ ഖലീഫയുടെ അംഗീകാരം കിട്ടുന്ന ആദ്യത്തെ സുൽത്താനായിരുന്നു. ആകെ 2 പേരെ ആയിട്ടുള്ളൂ, എന്നാലും ബാഗ്ദാദിലെ ഖലീഫയുടെ അംഗീകാരം കിട്ടുന്ന ആദ്യത്തെ സുൽത്താനാണ് ആരെന്ന് പറയുന്നത്, ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഈ ബാഗ്ദാദ് ഖലീഫ എന്നൊക്കെ പറയുമ്പോൾ, ഖലീഫ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്തിരി മനസ്സിലാക്കിയാൽ മതി, മുസ്ലിംസിന്റെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലീഡർ ആണെന്ന് മാത്രം എന്ത് ചെയ്യുക, തൽക്കാലം മനസ്സിലാക്കിക്കുക. അയാളുടെ റെക്കഗ്നിഷൻ കിട്ടുന്ന ആദ്യത്തെ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ്, കുതുബ് മിനാറിന്റെ പണി ആര് കംപ്ലീറ്റ് ചെയ്തു, ഇൽത്തുമിഷ് കംപ്ലീറ്റ് ചെയ്തു. അതേസമയം സെൻട്രൽ ഏഷ്യയിൽ ചെങ്കിസ് ഖാന്റെ അറ്റാക്ക് ഉണ്ടാവുന്നതും ഏത് കാലഘട്ടത്തിലാണ്, ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. പലപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി ആരായിരുന്നു? ബട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് ചെങ്കിസ് ഖാൻ ഒരിക്കലും ഇന്ത്യ അറ്റാക്ക് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ എന്ന് പറയുന്ന ഒരു ഭാഗത്തും ചെങ്കിസ് ഖാൻ ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷെ അതല്ലാത്ത പല ഭാഗങ്ങളുടെയും ചെങ്കിസ് ഖാൻ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അതിന് പുറകിലും ഒരു കഥയുണ്ട്. ഒരാള്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു രാജാവ് വേറൊരു രാജാവിനെ ചേസ് ചെയ്തിട്ടാണ് ചെങ്കിസ് ഖാൻ വരുന്നത്. അദ്ദേഹം ഇൽത്തുമിഷിന്റെ അടുത്ത് നിന്ന് അഭയം ചോദിക്കുന്നുണ്ട്. ഇൽത്തുമിഷ് ഡിപ്ലോമാറ്റിക്കലി തന്റെ സേഫ്റ്റിയും തന്റെ നാടിന്റെ സേഫ്റ്റിയും ആലോചിച്ചുകൊണ്ട് അത് ഡിനൈ ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, ചെങ്കിസ് ഖാൻ ഇങ്ങോട്ട് വരുന്നില്ല, തിരിച്ചെന്ത് ചെയ്യാണ്, ആള് പോയ വഴിയെ തന്നെ പോവുകയാണ് ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരി ആരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൽത്തുമിഷ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ സത്യാവസ്ഥ അല്ലെങ്കിൽ വാസ്തവം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ചെങ്കിസ് ഖാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ എന്നീ പറയുന്ന ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യയുടെ ഭാഗങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇൽത്തുമിഷ് ഇറക്കുന്ന 2 പുതിയ നാണയങ്ങളാണ് തങ്കയും ജിത്തലും. തങ്ക എന്ന് പറയുന്നത് വെള്ളി നാണയമായിരുന്നുവെങ്കിൽ ജിത്തൽ എന്ന് പറയുന്നത് ചെമ്പ് നാണയമായിരുന്നു. അപ്പൊ ഇൽത്തുമിഷ് ഇറക്കുന്ന 2 നാണയങ്ങളാണ് തങ്കയും ജിത്തലും. തങ്ക വെള്ളി നാണയവും, ജിത്തൽ എന്താണ്, ചെമ്പ് നാണയവുമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടിയാണ്
തന്റെ ഭരണകാര്യങ്ങളിൽ തന്നെ നന്നായി സഹായിക്കാനായിട്ട് 40 അടിമകളുടെ ഒരു കൂട്ടത്തെ 40 അടിമകളെ അദ്ദേഹം പ്രഭുക്കന്മാരുടെ പദവി കൊടുക്കുകയും ചാലീസ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാഹ്ലാഗാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, തുർക്കിഷ് ഭാഷയിൽ ചാലീസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ആണ്. നമ്മളിപ്പോൾ ഹിന്ദിയിലും ചാലീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ചാലീസ അല്ലെങ്കിൽ ചഹ്ലാഗാനി രണ്ട് പേരിലും അത് അറിയപ്പെടാറുണ്ട്. ഇങ്ങനെ 40 ആളുകളുടെ ഒരു ഗ്രൂപ്പ് ആര് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്? ഇൽത്തുമിഷ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നീട് വരുന്ന ഭരണാധികാരികൾക്ക് ഒരു തീരാ തലവേദനയായിരുന്ന ഒരു കൂട്ടാളുകളായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ചാലീസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിൻഹാജ് സിറാജ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമായിരുന്നു തഹാക്കത്ത് ഹി നസൂരി എന്ന് പറയുന്നത്. തഹാക്കത്ത് ഹി നസൂരി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ മിൻഹാജ് സിറാജ് ആരുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നാണ്? ഇൽത്തുമിഷിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നാണ്. ഇൽത്തുമിഷ് ആണ് എന്ത് ചെയ്യുന്നത്? ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കുതുബ്ദീൻ ഐബക്ക് തുടങ്ങി വെക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു വ്യാപകമായ രീതിയിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നത് ആര് തന്നെയാണ്? ഇൽത്തുമിഷ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉത്തരമായിട്ട് കാണാറുള്ളത് ഇക്ത സിസ്റ്റം ആരെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇൽത്തുമിഷ് തന്നെയാണ്. പക്ഷേ അറിഞ്ഞിരിക്കുക എന്ത് ചെയ്തിട്ടുണ്ട്? കുതുബ്ദീൻ ഐബക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇക്ത എന്നുള്ളതെല്ലാം നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഇൽത്തുമിഷിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തുതരാം. വെറും ഒരു അടിമയായിട്ട് തന്റെ സഹോദരങ്ങൾ ഐബക്കിനെ വിൽക്കുകയാണ് ആരെ? ഇൽത്തുമിഷിനെ. അത് ഈ കുതുബ്ദീൻ ഐബക്കിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായിരുന്ന അരംബക്ഷ് അല്ലെങ്കിൽ അരംഷാ കയറുന്നെങ്കിലും വെറും 8 മാസങ്ങൾ കൊണ്ട് ഇൽത്തുമിഷയാണ് എന്ത് ചെയ്യുന്നത്? അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കും പേര് ഷംസുദ്ദീൻ എന്നാണ്. അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇദ്ദേഹം കയറി അധികം വൈകാതെ തന്നെ ലാഹോറിൽ നിന്നും ഡൽഹിയിലോട്ട് തന്റെ തലസ്ഥാനം മാറ്റി. ഡൽഹി തലസ്ഥാനമാക്കുന്ന ആദ്യത്തെ സുൽത്താനായിട്ട് അങ്ങനെ ഇൽത്തുമിഷ് മാറി. അതുകൊണ്ട് തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷ് തന്നെയാണ്. ബാഗ്ദാദിലെ ഖലീഫയുടെ കയ്യിൽ നിന്നും ആദ്യമായി അംഗീകാരം ലഭിക്കുന്ന സുൽത്താനും ഇൽത്തുമിഷ് തന്നെയാണ്. കുതുബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വിത്ത് കണ്ടീഷൻസ് അപ്ലൈ ഇന്ത്യയുടെ ഭരണാധികാരി ആരാണ്? ഇൽത്തുമിഷ് ആണ്. തങ്ക എന്ന പേരിൽ ഒരു വെള്ളി നാണയം, ജിത്തൽ എന്ന പേരിൽ ഒരു കോപ്പർ നാണയം ഇൽത്തുമിഷ് ഇറക്കുന്നുണ്ട്. ചാലീസ എന്ന പേരിൽ 40 ആളുകൾ, 40 പ്രഭുക്കന്മാരുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചാഹ്ലാഗാനി എന്ന പേരിൽ രണ്ടും ഓപ്ഷനിൽ കാണാറുണ്ട്. ചാഹ്ലാഗാനിയാണ് പൊതുവെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് കാണാം, അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിന് ചാലീസയാണ് കാണാറുള്ളത്. സോ രണ്ടും അറിഞ്ഞിരിക്കുക. ഏതാണ് നമ്മുടെ ഓപ്ഷനിൽ ഇപ്രാവശ്യം ഇനി വരാൻ പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ചാലീസ എന്ന പേരിൽ എന്താ പറയാ 40 പേരുടെ ഒരു പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചാഹ്ലാഗാനി എന്ന പേരിൽ 40 പ്രഭുക്കന്മാരുടെ അടിമകളുടെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? ഇൽത്തുമിഷ് ആണ്. മിൻഹാജ് സിറാജ് തഹാക്കത്തി നസൂരി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ മിൻഹാജ് സിറാജ് നമ്മുടെ ഇൽത്തുമിഷിന്റെ കോണ്ടംപററി ആയിട്ടുള്ള ഒരേ കാലഘട്ടത്തിലുള്ള ചരിത്രകാരനായിരുന്നു. ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇൽത്തുമിഷ് ആണ്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? എന്താണ് ഈ ഇക്ത സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ഇക്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്, രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ചിരുന്ന ഒരു സമ്പ്രദായം. ഭരണത്തിന്റെ സഹായത്തിന് വേണ്ടിയിട്ട്, ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് country was divided into different parts. രാജ്യത്തെ എന്ത് ചെയ്യണം? പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് ഇതെന്ന് പറയുന്നത്. ഇക്താസ് എന്ന് പറയുന്നത് പല പല ഇക്താസ് ആയിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹം ഇതിനെ തിരിക്കും. Entrusted with nobles who were also the military commanders. തന്റെ പട്ടാളത്തിന്റെ കമാൻഡേഴ്സ് കൂടിയായിരുന്ന നോബിൾസിന് എന്ത് ചെയ്യും? ഇതിന്റെ ചാർജ് ഇദ്ദേഹം എന്ത് ചെയ്യും? ഏൽപ്പിക്കും. ഇക്താദാർ എന്നും മുക്തി എന്നും വാലി എന്നൊക്കെയുള്ള പേരിൽ എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള ആളുകൾ ഇതിന്റെ കാര്യങ്ങൾക്ക് ഉണ്ടാവും. ഇവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ കളക്ട് ചെയ്യണം. അതുപോലെ ഈ സ്ഥലങ്ങളുടെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഇത്തരം സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് ഭരിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ജോലി എന്ന് പറയുന്നത്? ഈ ഇക്താദാർമാരുടെ അല്ലെങ്കിൽ മുക്തിമാരുടെ, വാലിമാരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇക്താ സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ നമുക്ക് പറയാം, നമ്മുടെ രാജ്യമുണ്ട്, രാജ്യത്തിനകത്ത് സംസ്ഥാനമുണ്ട്, സംസ്ഥാനത്തിനകത്ത് ജില്ല, പഞ്ചായത്ത്, വാർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള തിരിവുകളുണ്ടല്ലോ. ഇതുപോലെ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് ഇക്താ സിസ്റ്റം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ക്രീൻഷോട്ട് ആണ്, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആൻഡ് ദ റെസ്പെക്റ്റീവ് ഓഫീസേഴ്സ് ഓഫ് സുൽത്താനേറ്റ് പീരീഡ്. പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്. പ്രൊവിൻസ് ഉണ്ട്, ഷിക്ക് ഉണ്ട്, പർഗാന ഉണ്ട്, വില്ലേജ് ഉണ്ട്. ഇങ്ങനെ 4 ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? തിരിച്ചിരിക്കുകയാണ്. ഈ പ്രൊവിൻസിന്റെ ലീഡറാണ് മുക്തി അല്ലെങ്കിൽ വാലി എന്ന് പറയുന്നത്. ഈ പ്രൊവിൻസിന്റെ ലീഡറാണ് അല്ലെങ്കിൽ അതിന്റെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ അതിന്റെ ചാർജുള്ള ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? മുക്തി അല്ലെങ്കിൽ വാലി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കളക്ടർ എന്നും മന്ത്രി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ കാലഘട്ടത്തിലെ. ഷിക്ക് എന്ന് പറയുന്നതിന്റെ ആളാണ് ഷിക്ദാർ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. പ്രൊവിൻസ് ആണെങ്കിൽ മുക്തി അല്ലെങ്കിൽ വാലി, ഷിക്ക് ആണെങ്കിൽ ഷിക്ദാർ ആണ്. പർഗാന എന്ന് പറയുന്നത് ആമിലാണ്. വില്ലേജ് ആണെങ്കിൽ ആരാണ്? മുക്കദ്ദമാണ്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ വില്ലേജിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന ഓഫീസറുടെ പേരെന്താണ്? കാരണം SCRT ടെക്സ്റ്റ് ബുക്ക് ആണ്, ഇതെന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? ഇവർക്ക് എടുത്ത് ചോദിക്കാൻ പറ്റും. അപ്പോൾ വില്ലേജിന്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അത് മുക്കദ്ദമാണ് എന്ന് പറയണം. പ്രൊവിൻസ് ആണ് ചോദിക്കുന്നെങ്കിൽ അത് മുക്തി അല്ലെങ്കിൽ വാലി ആണെന്ന് പറയണം. ഷിക്ക് ആണെങ്കിൽ അത് ഷിക്ദാർ ആണെന്ന് പറയണം. പർഗാന ആണെങ്കിൽ അത് ആമിലാണെന്നും എന്ത് ചെയ്യണം? നമുക്ക് പറയാൻ കഴിയണം. ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ
മിലിറ്ററി കമാൻഡേഴ്സ് ആയിരുന്നു. ഒപ്പം തന്നെ റവന്യൂ കളക്ഷനും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും എല്ലാം എന്ത് തന്നെയായിരുന്നു, ഇവരുടെ ജോലികളായിരുന്നു എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുതുബ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ ഈ സ്ട്രൈപ്പാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഞാൻ വരച്ചത് കൊളാക്കും, എന്നാലും ഞാനൊന്ന് വരച്ചു തരാം. ഇത്രയും ഭാഗമായിരുന്നു കുതുബ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബട്ട് ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഒന്നുകൂടി അതങ്ങ് വികസിപ്പിച്ച് ഈ ഉജ്ജയിൻ വരെയുള്ള ഭാഗങ്ങളും ഈ ഭാഗത്ത് ഇതുവരെയും അതുപോലെ പെഷവാർ വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൽത്തുമിഷ് അത് എന്ത് ചെയ്യുന്നുണ്ട്, വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇൽത്തുമിഷിന് ശേഷം ഇനി ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നത് റസിയ സുൽത്താന ആയിരുന്നു. റസിയ സുൽത്താന എന്ന് പറയുന്ന തന്റെ മകളെയാണ് ഡൽഹി സിംഹാസനത്തിൽ ഇരുന്ന് കാണാനും ഡൽഹി ഭരിച്ചു കാണാനും ആഗ്രഹിച്ചിരുന്നത്, ഇൽത്തുമിഷ് ആഗ്രഹിച്ചിരുന്നതും അദ്ദേഹം നോമിനേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ നേരത്തെ തുടങ്ങിയ ചാലീസ അല്ലെങ്കിൽ ചാഹ്ലാഗാനി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പണി തുടങ്ങുന്നത്. അവർക്ക് ഒരു രീതിയിലും ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഡൽഹി സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്നത് കാണാൻ എന്ത് ചെയ്തിരുന്നില്ല, അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നോബിൾസും എല്ലാവരും കൂടി പിടിച്ചിരുത്തുന്നത് ഇൽത്തുമിഷിന്റെ തന്നെ മറ്റൊരു മകനായിരുന്ന റുഗ്നുദ്ദീൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുകയാണ്, പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തുകയാണ്. ബട്ട് ഇൽത്തുമിഷ് കയറി വന്നതുപോലെ തന്നെ റുഗ്നുദ്ദീനും അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല. റുഗ്നുദ്ദീനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ആര് ഭരണത്തിൽ കയറുകയാണ്, റസിയ സുൽത്താന ഭരണത്തിൽ കയറുകയാണ്. ഡൽഹി സിംഹാസനത്തിൽ ഇരുന്ന ഒരേ ഒരു വനിത, ഡൽഹി ഭരിച്ച ഒരേ ഒരു വനിത എന്നൊക്കെയുള്ള പേരിന്റെ ഉടമസ്ഥയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ റസിയ സുൽത്താന എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അവസാനമായിട്ട് ഇൽത്തുമിഷിനെ പറ്റി പഠിച്ചത്? ഇൽത്തുമിഷാണ് ഇക്ത സിസ്റ്റം കൊണ്ടുവരുന്നത്. രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇക്ത എന്ന് പറയുന്നത്. അതിൽ പ്രൊവിൻസിന്റെ ചാർജ് ഉള്ളത് മുക്തിക്കും വാലിക്കും ആണെങ്കിൽ, ഷിക്കിന്റെ ചാർജ് ഉള്ളത് ഷിക്ദാറിനാണെങ്കിൽ, പർഗാനയുടെ ചാർജ് ഉള്ളത് അമീലിനാണെങ്കിൽ, വില്ലേജിന്റെ ചാർജ് ഉള്ളത് ആർക്കാണ്, മുഖദ്ദമാണ്. ഈ വില്ലേജ് ഒന്ന് സ്പെഷ്യൽ കെയർ കൊടുത്ത് നോട്ട് ചെയ്തോ, അത് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമ്മൾ ഇൽത്തുമിഷ് കുറച്ചുകൂടിയൊക്കെ തന്റെ എംപയർ ഒക്കെ വാസ്റ്റാക്കിയ കഥയും നമ്മൾ പറഞ്ഞു. എന്നിട്ട് റസിയ എന്ന് പറയുന്നത് തന്റെ മോളെ സക്സസറായി കാണാൻ, തന്റെ പിൻഗാമിയായി കാണാനാണ് ഇൽത്തുമിഷ് ആഗ്രഹിച്ചത്. പക്ഷേ നോബിൾസ് ചാലീസിയും ചാഹ്ലാഗാനി അവരെല്ലാവരും കൂടി ചേർന്ന് ആരെ പിടിച്ചിരുത്തി, റുഗ്നുദ്ദീനെ പിടിച്ചിരുത്തി. പക്ഷേ ഈ റുഗ്നുദ്ദീനെ പിടിച്ച് തട്ടിക്കളഞ്ഞിട്ട് ആര് ഭരണത്തിൽ കയറുകയാണ്, റസിയ സുൽത്താന ഭരണത്തിൽ കയറുകയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെ പറ്റിയാണ്, നമ്മുടെ റസിയ സുൽത്താനയെ പറ്റി. ഡൽഹി സുൽത്താനേറ്റിലെ അടിമ വംശത്തിലെ ടെക്നിക്കലി സ്പീക്കിംഗ് മൂന്നാമത്തെ ശക്തയായ ഭരണാധികാരിയെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ പലപ്പോഴും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇപ്പൊ നമ്മൾ സംസാരിച്ചു വെച്ചാൽ ചുമ്മാ ഇൽത്തുമിഷ് ഏത് ഡൈനാസിയുടെ ആളാണ്, റസിയ സുൽത്താൻ ഏത് ഡൈനാസിയുടെ ആളാണെന്നൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിൽ കൂടി എന്ത് ചെയ്യണം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന ഓരോ രാജാക്കന്മാരെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഓരോ സുൽത്താൻമാരെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രത്തിൽ ഡൽഹി ഭരിച്ചിട്ടുള്ള ഒരേ ഒരു വനിതയായിട്ടുള്ള റസിയ സുൽത്താനയുടെ കഥയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഇൽത്തുമിഷ് ഒരു ചാലീസ അല്ലെങ്കിൽ ചാഹ്ലാഗാനി എന്ന് പറയുന്ന തന്റെ പിതാവ് ഉണ്ടാക്കി വെച്ചുവെങ്കിലും അതിന്റെ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്, റസിയ സുൽത്താന എന്ന് പറയുന്നത്. ബിഗിനിങ് ഓഫ് ദ സ്ട്രഗിൾ ഫോർ സുപ്രീമസി ബിറ്റ്വീൻ സുൽത്താൻസ് ആൻഡ് നോബിൾസ്. അതായത് സുൽത്താനാണോ അധികാര കൂടുതൽ, അല്ലെങ്കിൽ ഈ ചാലീസ അല്ലെങ്കിൽ ചാഹ്ലാഗാനിക്കാണോ അധികാര കൂടുതൽ എന്നുള്ളത് ഇനി ഇവിടെ അങ്ങോട്ട് കുറച്ച് രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കഠിനമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇനി റസിയ സുൽത്താനയെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്തിരുന്നു, ഫീമെയിൽ വസ്ത്രങ്ങൾ, സ്ത്രീകൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവർ ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൊട്ടാരത്തിൽ മുഖം മറയ്ക്കാതെ എന്ത് ചെയ്യുന്നു, ഇവർ പ്രത്യക്ഷപ്പെടുകയും ഭരണം നടത്തുകയും ചെയ്തിരുന്നു. ഒരു മുസ്ലിം വനിതയാണ്, അന്നൊക്കെ ഒരു കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് മുസ്ലിംസ് ആണ്. നോബിൾസ് ഒന്നും ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റുന്നില്ല. നന്നായിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞ കുരുകൂട്ടുന്ന രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നോബിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അന്ന് ആ രീതിയിൽ അന്ധകാലത്ത് ഭരിച്ച വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, റസിയ സുൽത്താന എന്ന് പറയുന്നത്. മാത്രമല്ല എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളതൊക്കെ പറയുന്ന പോലെ വേട്ടയാടാൻ പോവുകയായിരുന്നു. പിന്നെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല റസിയ സുൽത്താന എന്ന് പറയുന്നത്. തന്റെ പട്ടാളത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന, യുദ്ധങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ റസിയ സുൽത്താന എന്ന് പറയുന്നത്. റസിയ സുൽത്താനയ്ക്കും ഒരു അടിമ ഉണ്ടായിരുന്നു. അപ്പൊ കഥ എങ്ങട്ടാ പോണേ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടണം. റസിയ സുൽത്താനയുടെ അടിമയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, യാക്കൂത്ത് എന്ന് പറയുന്നത്. ഈ യാക്കൂത്ത് എന്ന് പറയുന്ന ഒരു അടിമയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട. ബട്ട് അതിനു മുമ്പ് 1240 റസിയ സുൽത്താനയ്ക്കെതിരെ ഒരുപാട് കലാപങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഇവരുടെ ഭരിക്കുന്ന ഏരിയയുടെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ഒബ്വിയസ്ലി ഒരു ലേഡിയാണ് ആസ് എ റൂളർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റീസൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പോരാ ഇനി ചാലീസ അല്ലെങ്കിൽ ചാഹ്ലാഗാനി എന്ന് പറയുന്നവരുടെ കുത്തിരിപ്പും കൂടി ആകുമ്പോൾ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലൊരു റിവോൾട്ടായിരുന്നു ബത്തിന്റെയുടെ ഗവർണറുമായിട്ടുള്ളത്. ബത്തിന്റെയുടെ ഗവർണറായിരുന്ന ആൽത്തൂനിയ എന്ന് പറയുന്ന ആള് 1240 എന്ത് ചെയ്യുകയാണ്, റസിയ സുൽത്താനയ്ക്കെതിരെ റിവോൾട്ട് നടത്തുകയാണ്, കലാപം നടത്തുകയാണ്. ഇത് ആളുകളെ അയച്ചിട്ടൊന്നും ശരിയാവാതായപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, റസിയ സുൽത്താന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറകിൽ മാറി നിന്ന് യുദ്ധം നടത്തുന്ന ആളായിരുന്നില്ല, മുന്നോട്ടിറങ്ങുകയും റസിയ സുൽത്താൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇത് അടിച്ചമർത്താനായിട്ട് നേരിട്ട് ബത്തിന്റെയിൽ പോവുകയാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ വെച്ച് ഈ യാക്കൂത്ത് എന്ന് പറയുന്ന തന്റെ കാമുകൻ, യാക്കൂത്ത് എന്ന് പറയുന്നത് റസിയ സുൽത്താനയുടെ അടിമയാണ്, അവരുടെ കാമുകൻ കൂടിയായിരുന്നു. ആ യാക്കൂത്ത് എന്ത് ചെയ്യുകയാണ്, മരണപ്പെടുകയും റസിയ സുൽത്താനയെ ഒരു തടവുകാരിയായിട്ട് എന്ത് ചെയ്യുകയുമാണ്, പിടിക്കുകയും
കൊല്ലുകയുമാണ് ആരെന്ന് പറയുന്നത്, ഈ ആൽത്തൂനി എന്ന് പറയുന്നത്. കിട്ടിയ ഗ്യാപ്പിന് റസിയ സുൽത്താനെ കളമൊഴിഞ്ഞ ഒറ്റ ഗ്യാപ്പിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോബിൾസ് എല്ലാവരും കൂടി ചാലീസ അല്ലെങ്കിൽ ചാഹ്ലാഖാനി എല്ലാവരും കൂടിയിട്ട് ഇൽത്തുമിഷിന്റെ തന്നെ മറ്റൊരു മകനായിരുന്ന ബഹ്റം ഷായെ എന്ത് ചെയ്യുകയാണ്, സിംഹാസനത്തിൽ ഇരുത്തുകയാണ്. ആരാണ് ഇനി റൂളർ എന്ന് പറയുകയാണ്, ബഹ്റം ഷാ ആണ് ഇനി റൂളർ എന്ന് എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. പക്ഷെ അവിടെയാണ് കഥയിലെ അടുത്ത ടിസ്റ്റ് വരുന്നത്. ജയിലിലായിരുന്ന റസിയ സുൽത്താന ആൽത്തൂണിയെ കല്യാണം കഴിക്കുകയും, പേരുകൾ തമ്മിൽ മാറിപ്പോരുത്, മൊത്തത്തിൽ ഇതെന്താ സംഭവിക്കുന്നതാവരുത്. ഈ ആൽത്തൂണിയ എന്ന് പറയുന്നത് റസിയ സുൽത്താനയ്ക്കെതിരെ കലാപം നടത്തിയ ബത്തിന്ത്യയുടെ ഗവർണർ തന്നെയാണ്. അവരെ കല്യാണം കഴിക്കുകയും ഇവർ രണ്ടുപേരും കൂടി തിരിച്ചു വന്ന് തന്റെ രാജ്യം പിടിക്കാനും തന്റെ ഭരണം കണ്ടിന്യൂ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യണം, സഖ്യം ഉണ്ടാവുകയും തിരിച്ചു വരികയാണ്. പക്ഷെ വരുന്ന വഴി ബഹ്റം ഷായുടെ ആളുകൾ എന്ത് ചെയ്യുകയാണ്, റസിയ സുൽത്താനെയും ആൽത്തൂണിയെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്, തല വെട്ടി കൊല്ലുകയാണ് എന്നാണ് ചെയ്യുന്നത് ചരിത്രം പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്താ പറയാ, എവറിത്തിങ് ഈസ് ഫെയർ ആൻഡ് ലവ് ആൻഡ് വാർ എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയവും ഭരണം കിട്ടാനൊക്കെ ആകുമ്പോൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പലതും പണ്ട് തൊട്ടേ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് റസിയ സുൽത്താനയുടെ കഥയാണ് പറഞ്ഞു വന്നത്. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു. ഫീമെയിൽ അപ്പാരലൊന്നും ഇട്ടിരുന്നില്ല, മുഖം മറയ്ക്കാതെ ഇന്ത്യ ചെയ്യുന്ന ഒരു കൊട്ടാരം, അതുപോലെ തന്നെ ജനങ്ങളുടെ പരാതിയും ആളുകളുടെ പരാതിയും എല്ലാം കേട്ടിരുന്നു. വേട്ടയാടാൻ പോകുമായിരുന്നു, പട്ടാളത്തെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. ഇവരുടെ ബോയ്ഫ്രണ്ടിന്റെ പേര്, കാമുകന്റെ പേരായിരുന്നു യാഖൂത്ത് എന്ന് പറയുന്നത്. ആ സമയത്താണ് 1240 നമ്മുടെ ബത്തിന്ത്യയുടെ ഗവർണർ ആയിരുന്ന ആൽത്തൂണി എന്ത് ചെയ്യുന്നത്, ഇവർക്കെതിരെ റിവോൾട്ട് നടത്തുന്നത് എന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. ഇവർ നേരിട്ട് ഈ ഒരു റിവോൾട്ട് സപ്രസ് ചെയ്യാനായിട്ട് പോയി. അതിൽ യാക്കൂത്ത്, തന്റെ കാമുകനായിരുന്ന യാക്കൂത്ത് കൊല്ലപ്പെട്ടു. റസി എന്തായിട്ട് മാറുകയുണ്ടായി, അവരുടെ തടവുകാരിയായിട്ട് എന്ത് ചെയ്യുകയുണ്ടായി, മാറുകയുണ്ടായി. പിന്നീട് ഈ കിട്ടിയ ഗ്യാപ്പിന് തുർക്കി നോബിൾസ് എല്ലാവരും ചേർന്ന്, ചാലീസ് അല്ലെങ്കിൽ ചാഹ്ലാഖാനി ചേർന്നിട്ട് ബഹ്റം ഷാനെ എന്താക്കി പിടിച്ചു, ബഹ്റം ഷാനെ അവിടുത്തെ ഭരണാധികാരിയായി മാറ്റി. ഈ സമയത്ത് തടവിൽ കിടന്നിരുന്ന റസിയയും ആൽത്തൂണിയും തമ്മിൽ ഒരു സന്ധി സംഭാഷണം നടക്കുകയും ഇവർ തമ്മിൽ വിവാഹിതരാവുകയും തന്റെ സിംഹാസനം പിടിക്കാനായിട്ട് റസിയ ആൽത്തൂണിയും കൂട്ടിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ബഹ്റം ഷായുടെ ആൾക്കാർ ആരെ കൊന്നുകളയുകയും ചെയ്തു, റസിയ സുൽത്താനെ കൊന്നുകളയുകയും ചെയ്തു. ഈ ബഹ്റം ഷാ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ നമ്മുടെ ഈ ദ 40 അല്ലെങ്കിൽ ചാലീസയുടെ ചാഹ്ലാഖാനിയുടെ വേറൊരു കളിപ്പാവ മാത്രമായിരുന്നു. ഇവരുടെ ഏറ്റവും ഒരു സുപ്രീം പവറിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്, ബഹ്റം ഷായുടെ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം വേറൊരു ഡമ്മി പീസായിട്ട് സിംഹാസനത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇരുത്തിയിരിക്കുകയാണ്. ഈ പേരൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട കാര്യം പോലില്ല, ജസ്റ്റ് എന്നാലും ഞാൻ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അധികം വൈകാതെ തന്നെ ബഹ്റം ഷാ 1242 എന്ത് ചെയ്യുകയുണ്ടായി, കൊല്ലപ്പെടുകയുണ്ടായി. പിന്നീട് വരുന്ന ആളാണ് അലാവുദ്ദീൻ മസൂദ് ഷാ. എഗെയിൻ ഈ ചാലീസയുടെ ചാഹ്ലാഖാനിയുടെ ആൾ തന്നെയായിരുന്നു. ഇവരുടെ ശേഷം വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, നസീറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോട്ടതൊന്നും ഒരു രീതിയിൽ നമുക്ക് ചോദ്യം വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് ബഹ്റം ഷാ വന്നു, അലാവുദ്ദീൻ മസൂദ് ഷാ വന്നു, പിന്നെ നസീറുദ്ദീൻ മുഹമ്മദ് വന്നു. ഈ നസീറുദ്ദീൻ മുഹമ്മദ് വരുമ്പോഴാണ് ഒരു ചെറിയ കളികൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡൈനാമിക്സിലൊക്കെ എന്ത് ചെയ്യുന്നത്, ചെറിയൊരു മാറ്റം വരുന്നത്. ഈ നസീറുദ്ദീൻ മുഹമ്മദ് ഇൽത്തുമിഷിന്റെ പേരക്കുട്ടിയാണ്. വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, വളരെ ചെറിയൊരു കുഞ്ഞു പയ്യനാണെന്ന് പറയുന്നത് നസീറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നസീറുദ്ദീൻ മുഹമ്മദിന് വേണ്ടി മുന്നിൽ നിന്ന് ഭരിക്കാൻ, അല്ലെങ്കിൽ ഈ നസീറുദ്ദീൻ മുഹമ്മദിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ പേര് ഗിയാസുദ്ദീൻ ബാൽബൻ എന്നായിരുന്നു. ഈ ഗിയാസുദ്ദീൻ ബാൽബൻ ഇൽത്തുമിഷിന്റെ വിശ്വസ്തനായ അടിമയായിരുന്നു, ഇൽത്തുമിഷിന്റെ വിശ്വസ്തനായ വലങ്കയായിരുന്നു. ആരെന്ന് പറയുന്നത്, നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. നായിബ് അല്ലെങ്കിൽ റീജന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. റീജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് ഇനിയും നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. അടുത്ത അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ വേറൊരാളുടെ അണ്ടറിൽ എന്ത് ചെയ്യുകയാണ്, ഇവർ തന്നെയായിരിക്കും രാജാവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നസീറുദ്ദീൻ മുഹമ്മദ് തന്നെയായിരിക്കും രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന് ഭരിക്കാനും കാര്യങ്ങൾ പഠിച്ചു കൊടുക്കാനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സഹായം എന്തുണ്ടാവും, അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീജന്റ് അല്ലെങ്കിൽ റീജൻസി എന്നൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നസീറുദ്ദീൻ മുഹമ്മദിന്റെ റീജന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ഈ ഗിയാസുദ്ദീൻ ബാൽബൻ തന്റെ റീജന്റ് മാത്രമായിരുന്നില്ല, വളരെ ഇൽത്തുമിഷിന് വിശ്വസ്തനായ ആൾ കൂടിയായിരുന്നു. മാത്രമല്ല തന്റെ പൊസിഷൻ സ്ട്രോങ് ആക്കാനായിട്ട് നസീറുദ്ദീൻ മുഹമ്മദിന് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ആരെന്ന് പറയുന്നത്, നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നസീറുദ്ദീൻ മുഹമ്മദ് ഭരണാധികാരിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലെ യഥാർത്ഥ ശക്തി, യഥാർത്ഥ ഭരണകേന്ദ്രം എന്ന് പറയുന്ന ആര് തന്നെയായിരുന്നു, നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ തന്നെയായിരുന്നു. ഇന്ത്യ ഓർത്തുവെക്കുക. എന്നിട്ട് 1266 നസീറുദ്ദീൻ മരിച്ചപ്പോൾ ബാൽബൻ എന്ത് ചെയ്യുകയുണ്ടായി, സിംഹാസനത്തിൽ കയറുകയുണ്ടായി. ഇദ്ദേഹം ഇൽത്തുമിഷിന്റെ അടിമയായിരുന്നു. ഒരുപാട് ജോലികൾ ചെയ്ത് വളരെ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് എന്താ പറയുക, മരം വെട്ട് പോലും ഇദ്ദേഹം തൊഴിലായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. അവിടെ നിന്നൊക്കെ കയറി വന്നൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ബാൽബൻ എന്ന് പറയുന്നത്. അല്ലെ, പേരും ഭയങ്കര പവർഫുൾ ആണ്, ഗിയാസുദ്ദീൻ ബാൽബൻ. ഈ പേര് ഇമ്പോർട്ടന്റ് ആണ്, ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളും എന്താണ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1266 നസീറുദ്ദീൻ മരിച്ചപ്പോൾ തന്റെ അമ്മായിയപ്പനായിരുന്ന ബാൽബൻ എന്ത് ചെയ്യുകയാണ്, അധികാരത്തിൽ കയറുകയാണ്. ഈ ഗിയാസുദ്ദീൻ ബാൽബന്റെ ശരിക്കും പേരെന്ന് പറയുന്നത് ഉലൂഖ് ഖാൻ എന്നാണ്. ഈ പറയുന്ന
നമ്മുടെ നോബിൾസിന്റെ അഹങ്കാരത്തിനൊക്കെ ഒരു ശമനം വരുത്തുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ ദൈവത്തിന്റെ നിഴലാണ്, ഈ ഭൂമിയിലെ ദൈവത്തിന്റെ നിഴലാണ്, സി ഇലാഹി ദൈവത്തിന്റെ നിഴലാണ്, ഷാഡോ ഓഫ് ഗോഡ് ഓൺ എർത്ത്, ഗോഡ്സ് ഷാഡോ ഓൺ എർത്ത്, ഭൂമിയിലെ ദൈവത്തിന്റെ നിഴലാണ് ഞാൻ സുൽത്താനാണ്, ഞാനാണ് ഏറ്റവും സുപ്രീം എന്ന് അധികാരം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്റെ എന്താ പറയുക തന്റെ നിലപാടുകൾ വളരെ വ്യക്തമായി പറഞ്ഞൊരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ബാൽബൻ എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന അയൺ മാൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി, നിണവും ഇരുമ്പും. നിണം എന്ന് വെച്ചാൽ ചോര, ഇരുമ്പ് എന്ന് വെച്ചാൽ അയൺ, എല്ലാവർക്കും അറിയാം. ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്ന വളരെ ശക്തമായ നിലപാടെടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബേഴ്സ് വർ മെഴ്സിലെസ്ലി പുട്ട് ടു ഡെത്ത്, കള്ളന്മാരാണോ കൊന്നുകളയാ, വേറൊന്നുമില്ല. റിവോൾട്ടുകൾ സപ്രസ് ചെയ്യുക. അദ്ദേഹത്തിന് ഒരുപാട് കലാപങ്ങൾ പല ഭാഗങ്ങളിലുണ്ടാക്കി. കാരണം ഒരു അമ്മായിയപ്പൻ അധികാരത്തിൽ കയറാന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുറുമുറുപ്പുകൾ ഉണ്ടാവും. മാത്രമല്ല നോബിൾസും ഈ ചാലീസിനും ചഹ്ലഖാനിയൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയി നിൽക്കുന്ന ടൈമാണ്. പക്ഷെ ഇവരെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി, റിവോൾട്ടുകളെല്ലാം സപ്രസ് ചെയ്ത് നേതാക്കന്മാരെ പരസ്യമായി തലവെട്ടിക്കൊണ്ട് ബ്ലഡ് ആൻഡ് അയൺ പോളിസിയാണ് ആര് കീപ്പ് ചെയ്തത്, ബാൽബൻ കീപ്പ് ചെയ്ത്. അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിലോട്ട് പേർഷ്യൻ ആഘോഷമായിരുന്ന നൗറോസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണെന്ന് പലപ്പോഴും പല പരീക്ഷകളിലും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഗിയാസുദ്ദീൻ ബാൽബനാണ്. PSC ഒക്കെ കയ്യും കണക്കില്ലാതെ ചോദിച്ചിട്ടുള്ളതാണ്. നൗറോസ് എന്ന് പറയുന്ന പേർഷ്യൻ ആഘോഷം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം തുടങ്ങുന്ന ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി ആർസ് എന്ന് പറയുന്നത്. ദിവാനി ആർസ് എന്ന പേരിൽ ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. 1287 മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഭരണത്തിൽ വരുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ അടിമ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ആരാണ്, കൈക്കോബാദ് ആണ്. അപ്പൊ കൈക്കോബാദിലോട്ട് പോകുന്നതിന് മുമ്പ് ബാൽബനെ പറ്റി നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. 1266 നസീറുദ്ദീൻ മുഹമ്മദ് ഭരിച്ചപ്പോൾ ബാൽബൻ അധികാരത്തിൽ വന്നു. ഉലൂഖാൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന് ശരിക്കും പേര്. ചാലീസേനെയും ചഹ്ലഖാനിനെയൊക്കെ എന്താ പറയുക അറഞ്ചം പുറഞ്ചം ഓടിച്ചിട്ട് തല്ലുകയും അതിൽ തനിക്കെതിരെ താൻ പറയുന്നത് സമ്മതിക്കാതിരിക്കുന്ന ആളുകളെ കൊന്നുകളയുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് ബാൽബൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു പരിപാടി പറയാറുണ്ട്, സുൽത്താന്റെ കാലിൽ ഉമ്മ വെക്കുന്ന ഒരു ചടങ്ങൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാൽബൻ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു താനാണ് സുപ്പീരിയർ എന്ന് പറയുന്ന ഫീല് കൊണ്ടുവരാനായിട്ട് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്, ബാൽബൻ എന്ന് പറയുന്ന ഭരണാധികാരി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം സ്വയം വിളിച്ചാണ് സി ഇലാഹി, ദൈവത്തിന്റെ നിഴലാണ് എന്നുള്ള രീതിയിലും എന്ത് ചെയ്തിരുന്നു, ബാൽബൻ സ്വയം വിളിച്ചിരുന്നു. പലപ്പോഴും ചോദിക്കാറുണ്ട് സി ഇലാഹി എന്നറിയപ്പെട്ടിരുന്ന, ഷാഡോ ഓഫ് ഗോഡ് എന്നറിയപ്പെട്ടിരുന്ന ഡൽഹി സുൽത്താൻ അല്ലെങ്കിൽ സ്വയം വിളിച്ചിരുന്ന ഡൽഹി സുൽത്താനാണ് ആരെന്ന് പറയുന്നത് ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്, ബാൽബനാണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി, നിണവും ഇരുമ്പും എന്ന് പറയുന്ന പോളിസി ഫോളോ ചെയ്തിരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്, ബാൽബനാണ്. നൗറോസ് എന്ന് പറയുന്ന പേർഷ്യൻ ഫെസ്റ്റിവൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭരണാധികാരിമാരാണ്, ബാൽബനാണ്. അതുപോലെ ദിവാനി ആസ് എന്ന് പറയുന്ന മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്ന ബാൽബനാണ്. 1287 മരിച്ചു. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിരുന്ന കൈക്കോബാദ് എന്ത് ചെയ്തു, അധികാരത്തിൽ കയറി. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ബാൽബന്റെ ശവകുടീരമുള്ളത് മെഹ്റോലിയിലാണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കൈക്കോബാദ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരുന്നു, ഇൻഎഫിഷ്യന്റ് ആയിരുന്നു, സ്ലേവ് ഡൈനാസിയുടെ അവസാനത്തെ സുൽത്താൻ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ഓഫ് വാർ ആയിരുന്ന, യുദ്ധത്തിന്റെ മന്ത്രിയായിരുന്ന ജലാലുദ്ദീൻ ഖിൽജി ഈ കൈക്കോബാദിനെ കൊന്നുകൊണ്ട് സ്ഥാപിക്കുന്ന ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഖൽജി ഡൈനാസ്റ്റി എന്ന്. ആ ഖൽജി ഡൈനാസ്റ്റിയുടെ കഥയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, സ്ലേവ് ഡൈനാസ്റ്റിയെ പറ്റി, അടിമ വംശത്തെ പറ്റി, ഐബക് ഡൈനാസ്റ്റിയെ പറ്റി, യാമിനി ഡൈനാസ്റ്റിയെ പറ്റി, മാമലുക് ഡൈനാസ്റ്റിയെ പറ്റിയാണ് എന്ത് ചെയ്തത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അക്കീതു സാലോയിലെ ആയേ കഴിഞ്ഞിട്ടുള്ളൂ, കീയും ടൂവും സായും ലോയും എന്തുണ്ട് ബാക്കിയുണ്ട്. ആ ഓർഡർ മനസ്സിലാക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പൊ കിത്തു സാലോ എന്ത് ചെയ്യാം, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഖിൽജി ഡൈനാസ്റ്റിയും ബാക്കിയുള്ള ഡൈനാസ്റ്റിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.